ലബ്നാന് നേരെ കരയാക്രമണത്തിന് തയ്യാറെടുത്ത ഇസ്രായേൽ വടക്കൻ അതിർത്തിയിൽ യുദ്ധ ടാങ്കറുകൾ അണിനിരത്തി ഗസ ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തെല്ലവീവിൽ നൂറുകണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. വിവരങ്ങളുമായി മുജീബ് റഹ്മാൻ ചേരുന്നുണ്ട്. മുജീബ്, വലിയ സാഹചര്യത്തിലേക്ക് ഒരു യുദ്ധഭീതി രൂക്ഷമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ലബ്നാൻ നേരെ അവിടേക്ക് കൂടുതൽ സൈന്യത്തെയൊക്കെ ഇറക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുന്നു. ഒപ്പം തന്നെ ഈ ഇസ്രായേലിലേക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. പ്രത്യാക്രമണം എന്നുള്ള ആശങ്കയിലൊക്കെ ഇസ്രായേലിലും കാര്യങ്ങൾ പോകുന്ന സാഹചര്യമാണ്. അതിന്റെ വിശദാംശങ്ങളൊപ്പം തന്നെ ഇസ്രായേലിൽ പ്രതിഷേധമുയരുന്നു എന്നതുകൂടി അറിയുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ കൂടി. ധന്യ, ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിന് ശേഷവും തെക്കൻ ലബനാനിലേക്ക് വലിയ തോതിലുള്ള വ്യോമാക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഇസ്രായേൽ സേന ലബനാനിലെ ബെയ്റൂത്ത് വിമാനത്താവളത്തിന് സമീപത്തടക്കമുള്ള പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്തുകയുണ്ടായി. ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായി ബേക്കാവാലിയിൽ ഒരു വീടിന് നേരെ, ബേക്കാവാലിയിലെ ഐൻ പട്ടണത്തിലെ ഒരു വീടിന് നേരെ ബോംബാക്രമണം നടത്തുകയും 11 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ തരത്തിലുള്ള വ്യോമാക്രമണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ വടക്കൻ ഇസ്രായേലിലേക്ക്, അതായത് ഈ ലബനാൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈനികരെ സജ്ജമാക്കി നിർത്തിയോടൊപ്പം തന്നെ പുതുതായിട്ട് യുദ്ധ ടാങ്കറുകൾ ഈ മേഖലയിൽ അണിനിരത്തിയതായുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇസ്രായേൽ ഏതായിരുന്നാലും ഒരു കരയാക്രമണത്തിലേക്ക് തന്നെ കടക്കുകയാണ് എന്ന സൂചന 2 ദിവസമായി നൽകുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായി 2 റിസർവ് ബ്രിഗേഡുകളെ ഈ ഭാഗത്തേക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ യുദ്ധ ടാങ്കറുകൾ ഈ മരുഭൂമിയിൽ ഈ ഭാഗത്ത് ഈ അതിർത്തി ലബനാൻ അതിർത്തിയിലേക്ക് ഉള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകൾ സജ്ജമാക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു വലിയ കരയാക്രമണത്തിലേക്കുള്ള തയ്യാറെടുപ്പായി കാണേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമെന്നോണം ഇപ്പോൾ ലബനാനിൽ നിന്ന് വ്യാപകമായി ആളുകൾ പലായനം ചെയ്യുകയാണ്. കൂട്ടപ്പലായനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിറിയയുടെ ഭാഗത്തേക്ക് ധാരാളം ആളുകൾ സിറിയയിലേക്ക് കടന്നു കഴിഞ്ഞു. സിറിയയിലേക്കുള്ള ഒരു അഭയാർത്ഥി പ്രവാഹം അല്ലെങ്കിൽ ഒരു കൂട്ടപ്പലായനം ലബനാനിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ലബനാൻ പ്രധാനമന്ത്രി നജീബ് മീക്കാത്തി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനകം 1 ദശലക്ഷത്തോളം ആളുകളാണ് ലബനാനിൽ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്യുന്നത്. ഇത് ലബനാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടപ്പലായനമാണ്. ഇത്രയധികം ആളുകൾ ഇതുവരെ ഒഴിഞ്ഞു പോകേണ്ടുന്ന ഒരു സാഹചര്യം വന്നിട്ടില്ല. ഏതായിരുന്നാലും ആ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും ലബനാനെ സംബന്ധിച്ചിടത്തോളം ലബനാന്റെ ഇൻഫർമേഷൻ മന്ത്രി സിയാദ് മക്കാരി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തങ്ങൾ ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഒരു ഭരണകൂടം എന്നതിൽ തങ്ങൾ ഇപ്പോൾ ഒരുക്കമല്ല, അല്ലെങ്കിൽ അതിനുള്ള യാതൊരുവിധ സന്നദ്ധതയും തങ്ങൾ അറിയിച്ചിട്ടില്ല. ഇതില്ലാതെ ആവുക തന്നെയാണ് വേണ്ടത് എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. മാത്രമല്ല, ഇപ്പോഴും വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളിൽ തങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് ലബനാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ കരയാക്രമണത്തിനുള്ള വലിയ സന്നാഹങ്ങളാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ട ദാഹിയയിലെ കെട്ടിട സമുച്ചയങ്ങൾക്ക് നേരെയുള്ള വലിയ ആക്രമണത്തിൽ ഹസൻ നസ്രുള്ളയോടൊപ്പം ഇറാനിലെ ഒരു മുതിർന്ന കമാൻഡർ കൂടി ഉണ്ടായിരുന്നതായുള്ള വാർത്തകളാണ് വരുന്നത്. ഈ ആക്രമണം നടക്കുമ്പോൾ ഹസൻ നസ്രുള്ളക്കൊപ്പം നിൽഫറോഷാൻ, അതായത് ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽഫറോഷാൻ എന്ന മുതിർന്ന കമാൻഡർ ഉണ്ടായിരുന്നു എന്ന കാര്യം ഇപ്പോൾ ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടുകൂടി വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇറാനിലാകട്ടെ അവരുടെ ആയത്തുള്ള അലി ഖാംനയി, അവരുടെ ആത്മീയ നേതാവ് കൂടിയായ ആയത്തുള്ള അലി ഖാംനയിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ മേഖലയിൽ വലിയ തരത്തിലുള്ള സംഘർഷം ഇപ്പോൾ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നും 100ഓളം മിസൈലുകളാണ് ഇസ്രായേലിൻ്റെ വിവിധ പട്ടണങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും പോയിട്ടുള്ളത്. അതോടൊപ്പം ഈ റെഡ് സീൽ, അതായത് ചെങ്കടലിൽ ഒരു ഇസ്രായേലി നാവികസേന കപ്പൽ വലിയൊരു ഡ്രോൺ ആക്രമണത്തെ ചെറുത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ജെറുസലേമിലേക്കും വെസ്റ്റ് ബാങ്കിൻ്റെ സമീപ പ്രദേശത്തുള്ള ഇസ്രായേൽ മേഖലകളിലേക്കുമെല്ലാം ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള വ്യോമാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ വലിയ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് എന്നുള്ള നിർദ്ദേശം അവിടെ നേരത്തെ തന്നെ നൽകിയതാണ്. പക്ഷേ അതിനിടയിൽ ഇന്നും 1000ഓളം പേരാണ് ജെറുസലേമിൽ ഇപ്പോൾ പ്രതിഷേധ പ്രകടനവുമായി എത്തിയിരിക്കുന്നത്. ഗസ അധിനിവേശം അവസാനിപ്പിക്കുക, ഗസയിൽ അവശേഷിക്കുന്ന മുഴുവൻ പട്ടാളക്കാരെയും തിരിച്ചു വിളിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇസ്രായേലിൽ നടക്കുന്നത്. ഇറാന്റെ ഭാഗത്തുനിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുള്ള തിരിച്ചടികൾ, പ്രത്യാക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്ന ഒരു ജാഗ്രതയുടെ ഭാഗമായി വലിയ തരത്തിലുള്ള കനത്ത ജാഗ്രത ഇപ്പോൾ ഇസ്രായേലിലെങ്ങും നിലനിൽക്കുന്നുമുണ്ട്. ധന്യ. ശരി മുജീബ്.